പ്രേതത്തെ പറ്റിക്കാൻ വീട് പണിത കഥ കേട്ടിട്ടുണ്ടോ? രാത്രിയിൽ ഈ വീട്ടിലെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ആ റൂമിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ റൂമിലേക്ക് കാല് വെക്കുന്നതിന് പകരം നിങ്ങൾ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് പുറത്തേക്ക് വീഴുന്നു. ഈ ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ നിങ്ങൾ ചുറ്റിപ്പോകും, ലൂപ്പിൽ പെട്ടേക്കാം, യാത്ര ചെയ്ത് മടുത്ത് തിരിച്ച് വന്ന വഴി തന്നെ മടങ്ങി വന്നേക്കാം. റൂമറുകൾ പറയുന്നത് ഈ വീട് പണിഞ്ഞ സാറ വിഞ്ചസ്റ്ററിന് പ്രേതങ്ങളെ ഭയമായിരുന്നതും തന്നെ പിന്തുടരുന്ന പ്രേതങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനൊരു വീട് പണിതത് എന്നാണ്. 2000-ഓളം ഡോറുകളും 10,000-ഓളം ജനാലകളും 160-ഓളം റൂമുകളും 40-ഓളം കോണിപ്പടികളും 2 ബേസ്മെന്റും എല്ലാം അടങ്ങിയ 38 വർഷം തുടർച്ചയായിട്ട് സാറ എന്ന സ്ത്രീ തന്റെ മരണം വരെ പണിതുകൊണ്ടിരുന്ന കാലിഫോർണിയയിലെ ഈ വീട് അറിയപ്പെടുന്നത് വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസ് എന്നാണ്. സാറ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ബിൽഡ് ചെയ്തത്? ബിക്കോസ് ഷീ കുഡ്. അവർക്കതിന് കഴിയുമായിരുന്നു. കാരണം സാറയുടെ ഹസ്ബൻഡ് ആയിരുന്ന വില്യം വിഞ്ചസ്റ്റർ അന്നത്തെ ഫേമസ് റൈഫിലായിരുന്ന വിഞ്ചസ്റ്റർ റൈഫിൽ ഉണ്ടാക്കിയ ആയുധ കമ്പനിയുടെ ഓണർ ആയിരുന്നു. എപ്പോഴും റീലോഡ് ചെയ്യാതെ മൾട്ടിപ്പിൾ റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന ഈ റൈഫിൽ കമ്പനിക്ക് വലിയ രീതിയിൽ റവന്യൂ നൽകിയിരുന്നു. വില്യമിന്റെ മരണശേഷം കമ്പനിയുടെ 50% ഷെയറും സാറയ്ക്കാണ് ലഭിച്ചത്. ആർക്കിടെക്ചറിനോട് അത്രയധികം കമ്പമുള്ളത് കൊണ്ട് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു വീട് എന്ന നിലയിൽ തന്റെ മരണം വരെ ഇതിന്റെ പണി തുടർന്നു പോയതാകാം സറ. പക്ഷേ റൂമറുകൾ എന്തെന്നാൽ 40 ദിവസം മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞു മരിച്ചതും തന്റെ ഭർത്താവ് മരിച്ചതും എല്ലാം തന്നെ തങ്ങളുടെ ആയുധങ്ങൾ വഴി മരിച്ച ആളുകളുടെ ആത്മാക്കളുടെ ശാപമാണെന്നും അവ എപ്പോഴും സാറയുടെ പുറകെ തന്നെയുണ്ടെന്നും തന്നെ പിന്തുടരുന്ന ഈ ആത്മാക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട് തുടർന്നും സ്ട്രേഞ്ച് ആയി പണിതുകൊണ്ടേയിരിക്കണമെന്ന് സാറ തീരുമാനമെടുത്തു എന്നാണ്. ഇനി അങ്ങനെ പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സീലിംഗിലേക്ക് പോകുന്ന കോണിപ്പടികളും തറയിലേക്ക് തുറക്കുന്ന ജനാലകളും ചുമരിലേക്ക് തുറക്കുന്ന വാതിലുകളെല്ലാം കണ്ട് സാറ വിചാരിച്ച പോലെ തന്നെ പ്രേതങ്ങളുടെ കിളി പോയി കാണും. എന്തായാലും ഈ വീട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന, പ്രേതങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും.